അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വന്നത് ടാറ്റൻ്റെ 4 നെക്സോൺ ആയിട്ടാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള വണ്ടികളാണ് 4 വണ്ടിയും. അതിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, പെട്രോൾ മാനുവൽ ഉണ്ട്, ഡീസൽ മാനുവൽ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാനുവലിലും ഓട്ടോമാറ്റിക്കലൊക്കെ വണ്ടികളുണ്ട്. മാനുവൽ ഡീസലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 18 to 22 മൈലേജും, മാനുവൽ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 14-15 ആ ലെവലിലും, പെട്രോൾ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 12 to 13 ആ ലെവലിലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നവരുടെ വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, 2019 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ 88,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി AMT ആണ് വണ്ടീൻ്റെ ഗിയർ ബോക്സ് വരിക. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് XZA+ ആണ്, ഫുൾ ഓപ്ഷനാണ്, പെട്രോളാണ്. ഇൻ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, വൃത്തിയുള്ള സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ XZ+ ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്, ABS, ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. ടയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത 4 ടയറും പുതിയ ടയറാണ്, ഏകദേശം ഒരു 85% അടുത്ത് ടയറുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,50,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 5 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വണ്ടി വരുന്നത് പെട്രോൾ മാനുവലാണ്, 2020 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ 1,08,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. മാനുവലാണ്, പെട്രോളിൽ. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് XM ആണ്, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പിന്നെ ഇൻ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മിഡിൽ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ബേസിക്കായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. ഫോട്ടോ പവർ വിൻഡോ, അഡ്ജസ്റ്റ്മെൻറ്റ്, കമ്പനി സ്റ്റീരിയോ വരും. പിന്നെ സെൻട്രൽ ലോക്ക്, ABS, സിംഗിൾ എയർ ബാഗ്. എയർ ബാഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,10,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് 4,80,000 വരെ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഇറക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പെട്രോൾ മാനുവലാണ്, കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് മൈലേജൊക്കെ വണ്ടിക്ക് ഉണ്ടാവും. അടുത്ത വണ്ടി വരുന്നത് പെട്രോൾ മാനുവലിനാണ്, 2019 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ 68,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. മാനുവലാണ്, മാനുവലിൽ പെട്രോളാണ്. സെയിം ഓപ്ഷൻ തന്നെ വണ്ടി വരുന്നത്, XM ആണ്. കളർ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, ബാക്കിയൊക്കെ സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരിക. കമ്പനി കൊടുക്കുന്ന സീറ്റ് കവർ തന്നെ വണ്ടിക്കുള്ളത്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി. കിലോമീറ്റർ മറ്റേ അപേക്ഷിച്ച് കിലോമീറ്റർ കുറവാണ്, അതിൻ്റെ ചെറിയ വൃത്തിയുണ്ട് വണ്ടിക്ക്. സെയിം ഫീച്ചേഴ്സ് തന്നെ വരുന്ന വണ്ടിയാണ്. ടയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. ആ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,60,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4,40 വരെ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം നല്ല പ്രൊഫൈലൊക്കെ ഉള്ളവർക്ക് ഫുള്ള് ലോൺ വണ്ടിക്ക് കയറും. അപ്പോൾ ലാസ്റ്റ് കാണിക്കാൻ പോണ വണ്ടി ഡീസലാണ്, ഡീസലിൽ മാനുവലാണ്, 2021 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ 1,11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. പിന്നെ XC ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്, ബേസ് മോഡൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 20-22 ആ ലെവലിലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. ഇൻ്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ കമ്പനി കൊടുക്കുന്ന സീറ്റ് കവറിൻ്റെ വണ്ടിയുമുള്ളത്. പിന്നെ വണ്ടീൻ്റെ ഓപ്ഷൻ XC ആയതുകൊണ്ട് തന്നെ 2 പവർ വിൻഡോ വണ്ടിക്ക് വരുള്ളൂ. പിന്നെ സിംഗിൾ എയർ ബാഗ്, ABS, അഡീഷണൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട് വണ്ടിക്ക്, ഏകദേശം ഒരു 85% ടയറുണ്ട്. വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,60,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 5,40,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ 4 വണ്ടി നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകരടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിൽ നെക്സോൺ പെട്രോൾ ഓട്ടോമാറ്റിക്, അതുപോലെ തന്നെ പെട്രോൾ മാനുവൽ, ഡീസൽ മാനുവൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെടുക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് 4 വണ്ടിയും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്, വേറെ മേജർ ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത വണ്ടികളാണ്. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നെക്സോൻ്റെ ഒരു പ്രത്യേകത 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ സേഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും വണ്ടി. ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ചെറിയ അടവിലും അതുപോലെ തന്നെ ചെറിയ ഡൗൺ പേയ്മെൻറ്റിലും ഇറക്കാൻ പറ്റിയ വണ്ടികളാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.